പ്രോഗ്രാമിലായിരിക്കുന്നതിനാൽ ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് അഹമ്മദ് ഷെരീഫ്. ഹായ് ഷെരീഫ് ബ്രോ. ഹായ് 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 ഷെരീഫ് ബ്രോ. ഹായ്. എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയും കാറ്റുമൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. എന്തായാലും അതൊക്കെ ദൈവഹിതാണ്. അതിനെ പറ്റി ഞാൻ അസ്വസ്ഥനായിട്ട് കാര്യമില്ല എന്നുള്ളത് ഏല് വന്നപ്പോഴാണ് എന്നെ പഠിപ്പിച്ചത്. നല്ലത് ഒരു മഴയും കാറ്റും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല കാലാവസ്ഥയെങ്കിൽ ഞാൻ ആകെ അസ്വസ്ഥനാകുന്ന ആളായിരുന്നു. ഇന്നിപ്പം ഇതൊക്കെ ലോകത്ത് നടക്കുന്ന സംഗതികളാണ്. അതൊന്നും എൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിനോടുള്ള പോരാട്ടം അങ്ങ് അവസാനിക്കും. കാരണം അതിനെപ്പറ്റി ദുഃഖിച്ചിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ അതിന് യാതൊരു മാറ്റങ്ങളും വരാൻ പോകുന്നില്ല. എന്നാൽ അതിനൊരു മാറ്റവും വരാതിരിക്കുകയും ഞാൻ അസ്വസ്ഥനാകുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക, അതൊന്നും എൻ്റെ നിയന്ത്രണത്തിലല്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ജോലി KSEBയിലാണ്. അപ്പം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് KSEBക്കാർ. ഓഫീസർമാരുടെ ചീത്ത കേൾക്കണം, നാട്ടുകാരുടെ ചീത്ത കേൾക്കണം, വിചാരിച്ച പക്ഷേ ഒന്നും ജോലി എടുക്കാൻ സാധിക്കില്ല. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജോലി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഞാൻ സംതൃപ്തനാണ്. ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് എന്ന ഈ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഏതൊരു കാര്യത്തിനും വേണ്ട എന്നുള്ളത് ആ ഒരു രാസപദാർത്ഥത്തിൻ്റെ ആ ഒരു ഇതിൽ അല്ലാതെ തന്നെ എനിക്ക് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒക്കെ വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഓരോ ദിവസം പുരോഗതി തന്നെയാണ് ജീവിതത്തിലുള്ളത്. ഏതായാലും ഇന്നത്തെ വിഷയം മദ്യരഹിതമായ സുബോധാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള ജീവിത രീതികളെക്കുറിച്ച് എനിക്കറിയാവുന്നതുപോലെ നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒക്കെ വരുന്നതിന് മുമ്പേ എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, എല്ലാ മദ്യാസക്തർക്കും ഉള്ള ഒരു ആശയമായിരുന്നു, ആഗ്രഹമായിരുന്നു ഒരു നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളത്. അതിനൊക്കെ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റുള്ളവരോട് അനുകമ്പ ഉണ്ടായിട്ടുണ്ട്, കരുണയുണ്ടായിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്കൊരു സമൂഹത്തിലൊരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും നടത്തിയിട്ടുമുണ്ട്. പലപ്പോഴും മദ്യത്തിൽ നിന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. ദിവസങ്ങളോളം നമ്മൾ ആ ഒരു ബോധാവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോയി. മറ്റുള്ളവരെ സഹായിക്കണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളത് പലപ്പോഴും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എവിടെയോ എന്തോ ഒരു പാകപ്പിഴകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനേക്കാളേറെ ഈ രാസപദാർത്ഥത്തെ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഈ ഒരു രാസപദാർത്ഥമില്ലാതെ മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ ഷെരീഫിന് ജീവിക്കാൻ സാധിക്കാതിരുന്നത്? ഒരു പക്ഷേ അത്തരം ഒരു ചിന്തയിലേക്ക് ആ ഒരു സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ ഏതൊരു മദ്യാസക്തനും എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്കൊക്കെ അത് ഏല് വന്നപ്പോഴാണ് അറിയുന്നത്, എനിക്ക് മനസ്സിലായത്, എന്നേക്കാൾ വലിയൊരു ശക്തിയുമായിട്ടുള്ള ബന്ധത്തിലെ വിള്ളലുകളാണ് എന്നെ ഒരു ശരിയായിട്ടുള്ള മനുഷ്യനല്ലാതെ, അഥവാ സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനല്ലാതെ ജീവിപ്പിച്ചത്. നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ഈ വലിയ ശക്തിയുമായിട്ടുള്ള ആ ബന്ധത്തിലെ വിള്ളലുകൾ. അപ്പോൾ എന്താണ് ആ വലിയ ശക്തിയുമായിട്ടുള്ള ഒരു ബന്ധം?
ആ വലിയ ശക്തി എന്നിൽ എന്താണോ ആഗ്രഹിച്ചിരുന്നത്, ഞാൻ മറ്റുള്ളവരെ ദൈവം എന്താണോ എന്നിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അഥവാ ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ വലിയ ശക്തി എന്നെ സഹായിക്കുന്നുണ്ട്, ആ വലിയ ശക്തിയുടെ കരങ്ങളിലാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്നുള്ളത് എനിക്ക് എയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ആ വലിയ ദൈവത്തിൻ്റെ വലിയ അഥവാ ആ വലിയ ശക്തിയുടെ സഹായം എനിക്ക് ലഭിച്ചിട്ടില്ല എന്നോ, അല്ലെങ്കിൽ ദയ, കരുണ, സ്നേഹം ഇതൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല എന്നുള്ളതോ ആണോ? അല്ല. ഞാൻ എയിൽ വരുന്നതിന് മുമ്പും ആ വലിയ ശക്തി എന്നെ എത്രയോ കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. എത്രയോ കാര്യങ്ങളിൽ, എത്രയോ രീതിയിൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, എത്രയോ രീതിയിൽ എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്, എത്രയോ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് കാണാൻ അന്നേരം കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത്തരം ഒരു അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. ദൈവം എന്നെ സഹായിച്ചപ്പോഴൊക്കെ ഞാൻ കരുതിയിരുന്നത് അത് എൻ്റെ കഴിവ് കൊണ്ടാണ്. ഒരു പരീക്ഷയിൽ ജയിക്കുമ്പോൾ അതെൻ്റെ മിടുക്ക് കൊണ്ടാണ്. ഒരു ജോലി നല്ല രീതിയിൽ എടുക്കുമ്പോൾ അതെൻ്റെ മിടുക്ക് കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു തോന്നലുകൾ കൂടി എനിക്ക് അന്നേരം ഉണ്ടായിരുന്നു. ആരും എന്നെ സഹായിക്കുന്നില്ല. എൻ്റെ സഹപ്രവർത്തകരോ, എൻ്റെ വീട്ടിലുള്ളവരോ, എൻ്റെ സുഹൃത്തുക്കളോ ഒരാളും എന്നെ സഹായിക്കുന്നില്ല. അവരുടെയൊന്നും സഹായം എനിക്ക് ആവശ്യവുമില്ല. അവരുടെയൊന്നും സഹായമില്ലാതെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പലതും നേടിയെടുക്കാനും എനിക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്ര ചെയ്യാനും എനിക്ക് സാധിക്കും. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ പോലും സഹായം ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. ഒരുത്തൻ്റെ സഹായം ആവശ്യമില്ലെങ്കിലും ഞാൻ ജീവിച്ച് കാണിക്കുന്ന. അപ്പോൾ എനിക്ക് ഒരിക്കലും എന്നേക്കാൾ വലിയൊരു ശക്തി എന്നെ സഹായിക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എയിൽ വന്നപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നേക്കാൾ വലിയൊരു ശക്തി എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സഹായിക്കുന്നുണ്ട്, എന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ മറ്റു വ്യക്തികളുടെ അടുത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ മറ്റു വ്യക്തികളെ സഹായിക്കേണ്ടിയിരിക്കുന്നു. മറ്റു വ്യക്തികളെ പറ്റുന്ന രീതിയിൽ അവരെ അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് തള്ളിവിടാതിരിക്കെങ്കിലും എനിക്ക് ചെയ്യേണ്ടിയിരുന്നു. ഒരു ദയ ഞാൻ കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു സഹിഷ്ണുത ഞാൻ കാണിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ തിടുക്കം ഞാൻ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെ അവരെ പോലെ ഞാൻ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ചെയ്യാതെ ഞാൻ ഒരു സ്വാർത്ഥനായി, ഒരു സഹിഷ്ണുത ഇല്ലാത്ത അസഹിഷ്ണുതയുള്ള വ്യക്തിയായി, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക്, ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് അതാണ് ശരി എന്ന് പറയുകയും മറ്റുള്ളവരുടെ എല്ലാ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഞാൻ ചവിട്ടി മെതിച്ച് കൊണ്ട് എനിക്ക് സ്വന്തം ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവർക്കിനി എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പ്രശ്നമില്ല, എൻ്റെ കാര്യങ്ങൾ നടക്കണം, ആ ഒരു ചിന്തയോട് കൂടിയിട്ട്, ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ജീവിക്കുകയും മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും ചെയ്തു പോന്നപ്പോൾ ബില്ലിൻ്റെ വാക്കുകൾ എന്ന് പറയുന്ന ഇതിൽ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിനേക്കാൾ വേഗത കൂടിയ വ്യക്തിയായിരുന്നു എന്ന്. കാരണം എനിക്ക് ഭയങ്കര തിടുക്കാണ്. ഏതൊരു മദ്യാസക്തനെയും സംബന്ധിച്ച് അതുതന്നെയാണ്, ഭയങ്കര തിടുക്കാണ്. നേരത്തെ ആരോ ഒരാൾ പറയുന്നത് കേട്ടു, നേരത്തെ ഷെയറിങ്ങിൽ, പെട്രോൾ പമ്പ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്രോൾ അടിച്ച് കിട്ടണം. ഇതുപോലെയാണ് നമ്മളൊരു കടയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് സാധനം കിട്ടണം. സ്വാഭാവികമായിട്ട് അവിടെ ഒരു 2-3 ആളുകളുണ്ടെങ്കിൽ ആദ്യം വന്ന ആളുകൾക്ക് കൂടുതൽ സാധനം എടുത്തു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മുറുമുറുപ്പ് തുടങ്ങും. ഇതുപോലെ ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് സംഗതികൾ നടക്കണം.
ചെറിയൊരു സാവകാശം അവിടെ ഉണ്ടായി കഴിയുമ്പോഴേക്കിനും അസ്വസ്ഥനാവും. ഇനി ഞാനൊരു ജോലി എടുക്കുന്ന സമയത്ത് മറ്റൊരാൾ ഒരു ജോലി എടുക്കുന്നത് ഒന്ന് സാവധാനത്തിലാണെങ്കിൽ എനിക്കൊരു ഭയങ്കര ഒരു പിരിമുറുക്കായിരുന്നു. ഞാനത് കണ്ട് പിടിച്ചു വാങ്ങും അവൻ്റെ അടുത്ത് നിന്ന്, എന്നിട്ട് അത് ഞാനങ്ങ് ചെയ്യും. അപ്പോൾ ഒരു സാവകാശമില്ലാതെ വളരെ തിടുക്കപ്പെട്ട് സ്പീഡിൽ എൻ്റെ ജീവിതയാത്രയും എയിൽ വരുന്നതിന് മുമ്പ് അങ്ങനെയായിരുന്നു. വളരെ സ്പീഡിലുള്ളൊരു ജീവിതമാണ്. ആർക്കെന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ ഇതൊന്നും എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. എൻ്റെ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, കാരണം ഒരു വാഹനം ഓടിക്കുമ്പോൾ വളരെ സ്പീഡിൽ ഓടിച്ചു പോകുന്ന ഒരു യാത്ര, അതാണ് പറഞ്ഞത് ദൈവം എനിക്ക് ആ ഒരു സ്പീഡ് കുറയ്ക്കാനുള്ള ഒരു ഇത് ചെയ്തു തന്നു എന്നുള്ളത്. അങ്ങനെ ആ സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കുമ്പോൾ തൊട്ടടുത്ത ഒരു സ്പീഡിൽ പോകുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു കാറ് മെല്ലെ പോകുന്നത് കാണുന്നത്. ആ മെല്ലെ പോകുന്നത് കാണുമ്പോൾ അതിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു വൃദ്ധരായ ഭാര്യ ഭർത്താവും കൂടി വളരെ ആസ്വദിച്ച് ആ കാർ ഓടിച്ചു പോകുന്നത്, വളരെ സാവധാനത്തിൽ. അങ്ങനെയാണ് അദ്ദേഹവും ആ കാറ് സാവധാനത്തിലൊന്ന് ഓടിച്ചു നോക്കിയത്. അതിൻ്റെ അനുഭൂതി, കാരണം ചുറ്റുമുള്ളതിനെ ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടൊക്കെ ആ യാത്ര പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു സാവകാശം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ആ വലിയ ശക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വിള്ളലുകൾ വീഴാതെ നമ്മൾ അതിനോടൊന്ന് ചേർന്ന് നിൽക്കാൻ, ആ വലിയ ശക്തിക്ക് നമ്മുടെ മുകളിൽ ഒന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സാവകാശം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, അതിന് നമ്മളൊന്ന് ഒരുങ്ങി നിന്ന് കൊടുക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു സുബോധാവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് എന്നെ പഠിപ്പിച്ചത്. അതിന് ചില മാർഗങ്ങൾ എനിക്ക് തന്നു. 12 ഘട്ടങ്ങളിലൂടെ, 1 മുതൽ 12 ഘട്ടങ്ങളിലൂടെ ഒരു ആത്മീയ ജീവിത രീതിയെ പരിശീലിക്കുന്ന ഒരു ജീവിതഘട്ടങ്ങൾ. 1-ാം പടി ഒരു ഘട്ടമാണ്, 2-ാം പടി ഒരു ഘട്ടമാണ്. ഇതില്ലാതെയും കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട് ഈ ജീവിതഘട്ടങ്ങൾ പരിശീലിക്കാതെ. എന്നാൽ അതിൻ്റെ ഒരു അവരുടെ ഒരു ജീവിത രീതി ഒരു പക്ഷേ ഈ ജീവിതഘട്ടങ്ങൾ പരിശീലിക്കുന്നത് പോലെ അത്ര ആസ്വാദ്യകരമായിരിക്കണം എന്നില്ല. എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, എന്നെക്കാളും പല വർഷങ്ങളായിട്ട്, ഏകദേശം ഇപ്പോൾ ഒരു 10-35 വർഷത്തോളമായിട്ട് അയാൾ മദ്യപിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം അയാൾക്കൊരു ആളെടുക്കുന്ന ഒരു അടി കിട്ടിയതാണ്. അതിൻ്റെ ശേഷം അയാൾ കുടിച്ചിട്ടില്ല. ഒരു പള്ളിപ്പെരുന്നാളിന് മദ്യപിച്ച് ലക്ക് കെട്ട് ഉടുമുണ്ടില്ലാതെ സ്ത്രീജനങ്ങളുടെ ഇടയിൽ കൂടെ നടന്ന് കളിച്ചതിന് ഒരു കളരിക്കാരൻ്റെ അടുത്ത് നിന്ന് ഒരു അടി കിട്ടി. അന്നു മുതൽ അയാൾ പിന്നീട് കുടിച്ചിട്ടില്ല. പക്ഷെ അയാൾ ഒരു കല്യാണ വീട്ടിൽ തലേ ദിവസം പോവുകയോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് സംസാരിക്കുകയോ, അത്തരം ഒരു സദസ്സുണ്ടെങ്കിൽ അവിടേക്ക് പോവുകയോ, ഇങ്ങനെ ഒന്നുമില്ലാതെ ഒരു ഒറ്റപ്പെട്ട മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളില്ലാതെ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ആസ്വാദ്യകരമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും അയാൾ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതമാണ്. എന്നോട് ചിലപ്പോഴേ അദ്ദേഹം ചോദിക്കും, എങ്ങനെ നിനക്ക് ഇങ്ങനെ ഒക്കെ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നത്? കാരണം ഞാൻ കല്യാണ വീട്ടിൽ ഞാൻ പോകും, മദ്യപിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും എനിക്ക് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. ഇനി അത്തരം ആസ്വാദനം ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും ഞാൻ പങ്കെടുക്കും. ആളുകൾ കൂടുതലുള്ള ഏതെങ്കിലും പരിപാടികളിൽ ഞാൻ പങ്കെടുക്കും. ഒരു മദ്യപിച്ചിട്ടുള്ള ഒരു സഹോദരന് അവന് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവിടെ എനിക്ക് പോകാൻ സാധിക്കും. ഇതൊന്നുമില്ല, ഒരു സോഷ്യൽ ഡ്രിങ്കറാണ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവനോടൊപ്പം, അവൻ മദ്യപിക്കുന്ന സമയത്ത് പോലും അവനോടൊപ്പം നിൽക്കാൻ മദ്യമില്ലാതെ എനിക്ക് സാധിക്കും എന്നുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതിയിൽ കൂടെ എനിക്ക് ലഭിച്ചതാണ്.
എന്നാൽ എയിൽ തുടക്കത്തിൽ ഞാൻ എത്തിയപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ജീവിത രീതി ഒന്നും എനിക്ക് ആവശ്യമില്ലാതെ തന്നെ എനിക്ക് നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് ജീവിക്കാം. എയിൽ എത്തിയതിനു ശേഷം മറ്റൊരു കാര്യം കൂടി എനിക്കറിഞ്ഞു. നമുക്ക് ഈ ജീവിത രീതി എന്താണ്, എയുടെ 12 പടികൾ എന്നുള്ളത്. എയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എങ്ങനെയാണോ ജീവിച്ചത്, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ജീവിച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ജീവിക്കുക. അപ്പോൾ എയിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ജീവിച്ചതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകുന്ന ഒരു ജീവിത രീതി. മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോൾ അവർക്ക് സഹായങ്ങൾ ചെയ്യേണ്ടി വരും, അവരെ സ്വീകരിക്കേണ്ടി വരും, അവർക്ക് സ്നേഹം കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ടി വരും, അവരെ പുരോഗതിയിലേക്ക് എത്താൻ ഞാൻ സഹായിക്കേണ്ടി വരും, അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വരും. ഇതൊന്നും ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തിട്ടില്ലല്ലോ. കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്തത് എവിടെയൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടാക്കാൻ. രണ്ടാളുകൾ നല്ല രീതിയിൽ അവർ സുഹൃത്തുക്കളാണെങ്കിൽ അവരെ എങ്ങനെ തെറ്റിക്കുക, രണ്ട് കൂട്ടരെടുത്തും നാരദൻ്റെ പണി ഞാൻ എടുക്കും. ഒരുത്തൻ നല്ലൊരു രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നി തുടങ്ങും. അവിടെ ഞാൻ എന്തെങ്കിലും ഒരു പാരം ഞാൻ പണിയും, അവനെപ്പറ്റി കുറ്റങ്ങൾ ഞാൻ പറയും. അതൊരു 4 ആൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ആളുകൾക്ക് സഹായങ്ങൾ ഞാൻ ചെയ്യും, പക്ഷേ അവിടെ എനിക്ക് എന്തെങ്കിലും അതിനുള്ള ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടണമെന്ന്, അഥവാ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അതിന് കിട്ടണം. ഒന്നില്ലെങ്കിൽ 2 ആളുകളെങ്കിലും പറയണം, ഓ ഷെരീഫ് അത്രയ്ക്ക് ജോലി ചെയ്തു, അല്ലെങ്കിൽ അത്ര ഒരു കാര്യം ചെയ്തു, നല്ല മനുഷ്യൻ എന്നുള്ളത് അവർ പറയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവുമ്പോൾ എവിടെയാണോ 2 ആളുകൾ തമ്മിൽ വിരോധമുള്ളത്, അവിടെ ഞാൻ ഒത്തുതീർപ്പിൻ്റെ വാഹകനാകണം എന്നുള്ളതാണ്. അവരെ തമ്മിൽ ചേർത്ത് നിർത്താനുള്ള ഒരാളായിട്ട് ഞാൻ മാറണം. എവിടെയാണോ ഒരാൾ അഭിവൃദ്ധിയിലേക്ക് എത്തുന്നത്, അവിടെ വീണ്ടും അയാൾ അഭിവൃദ്ധിയിലേക്ക് എത്താനുള്ള പ്രാർത്ഥനയും സഹായങ്ങളും കാര്യങ്ങളും ഞാൻ ചെയ്യണം. ഒരു പ്രതിഫലേച്ഛയും കൂടാതെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കണം. ഞാൻ ഒരാളെ സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു മെച്ചപ്പെട്ട മറ്റ് കാര്യങ്ങളും, ധനപരമോ വസ്തുപരമോ അഭിമാനപരമോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചുകൂടാ എന്നുള്ളതാണ് ഞാൻ കുടിക്കുന്ന സമയത്ത് ജീവിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ജീവിക്കുമ്പോൾ സംഭവിക്കുക. അപ്പം ഏയുടെ 12 ഘട്ടങ്ങൾ എന്നുള്ളത് പരിശീലിക്കണമെങ്കിൽ ഒറ്റയടിക്ക് പരിശീലിക്കുക എന്നുള്ളതല്ല. ഒറ്റയടിക്ക് പരിശീലിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം മദ്യാസക്തൻ വളരെ സ്പീഡ് കൂടിയ ഒരാളാണ്. അതൊരു ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഒരു ജോലി എടുക്കുകയാണെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മണലേറ്റാൻ പോയ വ്യക്തിയാണ്. ഈ മണലേറ്റാൻ പോകുമ്പോൾ സാധാരണ മണൽ എടുക്കുന്ന ആൾ സാധാരണ രീതിയിൽ ഒരു 1.5 കൊട്ട മണലൊക്കെ അവനൊരു ചാക്കിലേറ്റിയിട്ട് അവൻ മെല്ലെ നടന്ന് കൊണ്ടുപോയിടും. പക്ഷെ ഞാൻ മണലേറ്റുമ്പോൾ എങ്ങനെ ഏറ്റുകയെന്നോ, 2 കൊട്ട ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ ഓടുക ചെയ്യുക. കാരണം എനിക്ക് മറ്റുള്ളവരെടുക്കുന്ന രീതിയിലൊന്നും എൻ്റെ ഒരു രീതി അങ്ങ് ശരിയായി കിട്ടില്ല. അവരെടുക്കും പോലെ മണ്ണ് കോരുകയാണെങ്കിൽ വളരെ സ്പീഡിൽ മണ്ണ് കോരിയിട്ട്, പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നമോ, എന്നോടൊപ്പമുള്ളവർ വൈകിട്ട് വരെ അതേപോലെ ഒരു ക്ഷീണവും ഇല്ലാതെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ ഈ തിടുക്കവും സ്പീഡും, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ജോലി എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം മൂലം എനിക്ക് സംഭവിക്കുന്നത്, അവരെ പോലെ എനിക്ക് ഊർജ്ജസ്വലനായിട്ട് വൈകിട്ട് വരെ ജോലി എടുക്കാൻ സാധിക്കാതിരിക്കുക, വളരെ ക്ഷീണം വളരെ പെട്ടെന്ന് പിടികൂടുക, പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ശാരീരിക ക്ഷീണം അനുഭവപ്പെടുക.
ഇതൊന്നും കുടിക്കുമ്പോഴുള്ളത് മാത്രമല്ല, കുടി തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള പ്രശ്നങ്ങളാണ് ഇത്തരം. അപ്പം ഈ ഒരു സ്പീഡ്, ഈ ഒരു പ്രോഗ്രാം ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴും അത്തരം ഒരു സ്പീഡിലുള്ളൊരു ഓട്ടായിരുന്നു തുടക്കത്തിൽ ഞാൻ ചെയ്തിരുന്നത്. 1-ാം പടി, 2-ാം പടി, 3-ാം പടി, 4-ാം പടി എത്തിയപ്പോഴേ എന്തൊക്കെയോ ഒന്ന് ചെയ്തു കൂട്ടി. കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. കാരണം കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴേക്കിനും അങ്ങ് പ്രശ്നങ്ങളാകും. അപ്പം തീരൂല. അപ്പം വളരെ പെട്ടെന്ന് 4-ലെത്തി. അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കിന് പിന്നെ ആ പരിപാടി ഞാനങ്ങ് നിർത്തി. കാരണം ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ലത്. 4-ാം പടിയിൽ ആ ഭയം കൂടാതെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി നോക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്തതിന് പകരമായിട്ടല്ലേ ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ധാർമ്മികതയ്ക്ക് എന്തൊക്കെയോ കോട്ടമുണ്ട് എന്ന് ഞാൻ പറയുന്നത്? അത്ര വലിയ മോശപ്പെട്ട വ്യക്തിയൊന്നും അല്ലല്ലോ ഞാൻ. എത്രയോ ആളുകൾക്ക് ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകളെ ഞാൻ പൈസ കൊടുത്തിട്ട് സഹായിച്ചിട്ടുണ്ട്. ശാരീരികമായിട്ടുള്ള അധ്വാനം കൊണ്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭിക്ഷക്കാരന് 10 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വൈഫിന് ഞാൻ സാരി വാങ്ങി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മക്ക് സാരി വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിന് അവർക്ക് ഇഷ്ടം പോലെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് എൻ്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഈ സ്പീഡിനെ ഞാനൊന്ന് കുറയ്ക്കണം. എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനെയും ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ ജീവിത രീതിയെ ഞാനൊന്ന് പരിശോധിക്കണം. ഇത് എനിക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അതിനുശേഷമാണ് മറ്റുള്ളവർക്കും കൂടി എൻ്റെ ആ യാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയേണ്ടത്. അപ്പം ഏയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എളുപ്പമാർഗം ഫലം തരും എന്നുള്ളതാണ്. എളുപ്പമാർഗം ഫലം തരും. അതിന് ലളിതമായിട്ടെടുക്കുക എന്നുള്ളത് ഈ പ്രോഗ്രാമിനെ. 1-ാം പടി പ്രാവർത്തികമാക്കുന്നു. മദ്യരഹിത ജീവിതം നമ്മൾ നയിക്കുന്നു. നമ്മളെക്കാൾ വലിയൊരു ശക്തിയാണ് നമുക്കതിനെ സഹായിച്ചത് എന്നുള്ളത് 2-ാം പടിയിൽ നമ്മൾ കണ്ടെത്തുന്നു. ഇങ്ങനെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് അങ്ങ് കടന്നു പോകുന്ന രീതിയല്ല എളുപ്പമാർഗം എന്ന് പറയുമ്പോൾ. 1 ഞാൻ മനസ്സിലാക്കി, 2 മനസ്സിലാക്കി, 3 മനസ്സിലാക്കി, ഇങ്ങനെയല്ല. 1-ാം പടി പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ആ അനിയന്ത്രിതമായി പോയ ജീവിതത്തെ ശരിപ്പെടുത്തി എടുക്കണം എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ടാകും. കാരണം അനിയന്ത്രിതമായി പോയി എന്ന് ഞാൻ സമ്മതിച്ചെങ്കിൽ മാത്രമേ അനിയന്ത്രിതമായി പോയ ജീവിതത്തെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. അത് സമ്മതിക്കാത്തിടത്തോളം കാലം പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ജീവിതത്തിനൊരു കുഴപ്പം വന്നിട്ടില്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ പിന്നെ എന്തിന് 2-ാം പടി, 3-ാം പടി, 4-ാം പടിയൊക്കെ? കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതല്ലേ പറഞ്ഞത്, എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല. കണ്ടോ, ഇപ്പോഴും അത്യാവശ്യം പൈസ എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും ആരോഗ്യമുണ്ട്, ഇപ്പോഴും ജോലി എനിക്കുണ്ട്, ഇപ്പോഴും എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ട്, ഇപ്പോഴും എൻ്റെ മക്കൾ നല്ല രീതിയിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പിന്നെ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഏയിൽ വന്നപ്പോൾ സമ്മതിച്ചു, ജീവിതം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. എന്തുകൊണ്ടാണത്? മദ്യം മൂലമാണോ? അല്ലെങ്കിൽ മദ്യത്തിലേക്ക് എന്നെ എത്തിച്ച, ഓരോ മദ്യാസക്തനെയും എത്തിച്ച അവൻ്റെ ജീവിത രീതികളാണ്? ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിത രീതിയിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ജീവിത രീതിയിലുള്ള കുഴപ്പങ്ങളെ ഒന്ന് ലഘൂകരിക്കാൻ, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊന്ന് ഒളിച്ചോടാൻ എനിക്ക് മദ്യം ചിലപ്പോഴൊക്കെ സഹായകരമായി. ഒരു ധൈര്യം തന്നു. ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റി, ചിലത് മറക്കാൻ പറ്റി, ചില ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ഊർജ്ജസ്വലത ആ സമയത്ത് ഉണ്ടാക്കി തന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച് പിന്നീടും ഈ രാസപദാർത്ഥം ഉപയോഗിച്ചപ്പോൾ എൻ്റെ ജീവിത രീതി ആദ്യത്തേതിനേക്കാളേറെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ 1-ാം പടിയിൽ ഞാൻ അത് സമ്മതിക്കുമ്പോൾ
ആ അനിയന്ത്രിതമായി പോയിട്ടുള്ള ജീവിതത്തെ ഞാൻ ശരിപ്പെടുത്തിയെടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അതിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഞാൻ മദ്യം ഉപയോഗിച്ച് പോയേക്കാം. അപ്പോഴാണ് ബാക്കി പടികളിലേക്കുള്ള യാത്രകൾ ആരംഭിക്കണമെന്ന് ഏതൊരു മദ്യാസക്തനും തോന്നിത്തുടങ്ങുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതിനെ ആ ഒരു പ്രോഗ്രാമിനെ കാണുക. ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകളാണ്, ജീവിതഘട്ടങ്ങളാണ്. അത് അത്ര വലിയ ബലികേറാൻ മലയല്ല. എൻ്റെ മുമ്പേ നടന്നു പോയ ആളുകളുടെയൊക്കെ സഹായം എനിക്കുണ്ടെങ്കിൽ എനിക്കിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. എനിക്ക് ഏറ്റവും ഇതിൽ ആകർഷകം തോന്നിയ ഒരു വാക്കുണ്ട് എയിൽ. എയുടെ ജീവിത രീതി ഒരു വാഹനം ഓടിക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞത്. ഒരു വാഹനം ഓടിക്കുന്നത് പോലെയെന്ന്. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വാഹനം ഓടിക്കുന്ന ആളുകളായിരിക്കും. കാറായിക്കൊള്ളട്ടെ, ബൈക്കായിക്കൊള്ളട്ടെ, സൈക്കിളായിക്കൊള്ളട്ടെ. നമ്മളൊരു സുപ്രഭാതത്തിൽ ഇതൊന്നും അങ്ങനെ അങ്ങ് പഠിച്ചതല്ല, ഈ വാഹനം ഓടിക്കലൊന്നും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ ഒറ്റക്കൊരു വാഹനം ഓടിക്കാനുള്ള ഒരു ഒരു ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തേക്കാം. ചിലപ്പോൾ ചില ആളുകൾ സൈക്കിളൊക്കെ ഒറ്റക്ക് തന്നെയായിരിക്കും പഠിച്ചത്. ചിലപ്പോൾ ചില ആളുകൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയായിരിക്കും സൈക്കിൾ പഠിച്ചിട്ടുണ്ടാകുക. ചിലപ്പോൾ ബൈക്കും അങ്ങനെയായിരിക്കും. ഒറ്റക്ക് പഠിച്ച ആളുകളെയൊക്കെ എനിക്കറിയാം. എന്നാൽ 4 വീലായിട്ടുള്ള അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന പിന്നെ കാറായിക്കൊള്ളട്ടെ, മറ്റു വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു ഡ്രൈവിംഗ് അറിയുന്ന ഒരാളായിരിക്കും നമ്മളെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ടാകും. ഇതുപോലെ തന്നെയാണ് എൻ്റെ പ്രോഗ്രാം നമ്മൾ പരിശീലിക്കുമ്പോൾ നമുക്കൊരു മുമ്പേ നടന്നുപോയ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിനെ പരിശീലിച്ച ഒരാളുടെ ഒരു സഹായം, ഒരു സ്പോൺസറായിട്ട് നമുക്കുണ്ടാകുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിനെ ഒന്ന് പരിശീലിച്ച് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മൾ വിചാരിക്കും എല്ലാം അറിയുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളത്. പക്ഷേ ഈ രാസപദാർത്ഥം ഒരു പക്ഷേ നമ്മുടെ തലച്ചോറിനെ അത്ര ബാധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനോ ചില തെറ്റുകൾ ചിലപ്പോഴും നമുക്ക് തോന്നും ശരിയാണ് എന്നുള്ളത്, ചില ശരികൾ നമുക്ക് തോന്നും ചിലപ്പോൾ തെറ്റുകളാണ് എന്നുള്ളത്. എന്നാൽ ഇതേ അവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോയപ്പോൾ തെറ്റുകൾ തിരുത്തി ശരികൾ ഏത് തെറ്റുകൾ ഏത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളുടെ സഹായം നമുക്കുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് എന്ന് അവർ നമ്മളെടുത്ത് പറഞ്ഞു തരുമ്പോൾ, പ്രവർത്തിച്ച് കാണിച്ചു തരുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം പരിശീലിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് നമ്മളൊരു ഡ്രൈവറാകാൻ പഠിക്കുന്നത് പോലെ അതിന് ആ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർ നമ്മളെ ഏത് വിധത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ എയിലുള്ള ഒരാൾ നമുക്ക് ഈ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിപ്പിക്കും. നമുക്ക് അദ്ദേഹത്തെ ഒരു സ്പോൺസറായിട്ട് നമുക്ക് കാണാൻ, അയാളോട് സഹായങ്ങൾ ചോദിക്കാൻ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ അതാണ് ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുന്നത് പോലെ തന്നെയാണ് പ്രോഗ്രാമിൻ്റെ ജീവിത രീതി നമ്മൾ എടുക്കുന്നത്, അതിന് പറ്റുന്നത്. ഇനി ഈ വാഹനം ഓടിക്കാൻ പഠിച്ച ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഒരു ലൈസൻസൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവറായിട്ട് മാറുകയാണോ? നമുക്കറിയാം നമ്മൾ ലൈസൻസ് നേടിയിട്ടുണ്ട്, എന്നാൽ ഒരു 120 സ്പീഡിൽ നമുക്ക് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ വളരെ വെട്ടിച്ച് അങ്ങോട്ട് തിരിച്ചൊക്കെ വളരെ ഒരു ആഗ്രഹമൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ അങ്ങനെയാണോ സംഭവിക്കുക? അല്ല. നമ്മളൊരു വാഹനം ഓടിച്ച് നമ്മൾ ഒന്ന് പരിശീലിച്ച് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇനിയൊരു വാഹനം ഓടിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ആദ്യം ഒരു സെക്കൻഡ് ഗിയറിലൊക്കെയാണ് എത്രയോ ദൂരം പോയത്. വളരെ മെല്ലെ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ പോയി, കൂടെ ഒരാളെ കൂട്ടത്തിൽ കൂട്ടി ഒരു ധൈര്യത്തിന്. അവനോട് ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും ചെന്ന് ഇടിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ
ഹാൻഡ് ബ്രേക്ക് നീ വലിച്ചങ്ങ് നിർത്തണം. ഇതാണ് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയാണ് എ എല്ലുള്ളൊരു കൂട്ടായ്മയിൽ കൂടെ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു തടസ്സമോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു എ മീറ്റിങ്ങിന് പോകാൻ പറ്റാത്തൊരവസ്ഥ കുറച്ച് ഉണ്ടാകുമ്പോഴൊക്കെ അവരുടെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ്. കാരണം അവർക്കറിയാം അവർക്കും ഇതേ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം മറ്റ് എമാരുടെ വിളി മൂലം അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം മൂലമൊക്കെയാണ് ഒരു 3-4 മീറ്റിങ്ങിനൊക്കെ പോകേണ്ട ഒരു 5ാമത്തെ മീറ്റിങ്ങിനൊക്കെ നമ്മൾ വീണ്ടും എയിലൊന്ന് എത്തിപ്പെട്ടത്. അപ്പോൾ അവരുടെ ഒരു സഹായം നമുക്കില്ലായിരുന്നെങ്കിലോ ഒരു പക്ഷേ കുറച്ച് കാലങ്ങൾ കൂടി നമ്മളെ പ്രോഗ്രാമിൽ എത്താതെ നമ്മളൊരു റിലാപ്സിലോട്ട് എത്തിപ്പെടുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ, കാരണം കുടിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളൊരു പുതിയൊരു ജീവിത രീതി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മളൊരു പുതിയ റൂട്ടാണ്, പുതിയൊരു ശൈലിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുന്നത്. ചില പഴയ ശൈലിയെ നമ്മൾ തകർത്ത് ദൂരേക്ക് വലിച്ചെറിയേണ്ടി വരും. അത് ചില സാഹചര്യങ്ങളായിരിക്കും, ചില സുഹൃത്തുക്കളായിരിക്കും, ചില സ്ഥലങ്ങളായിരിക്കും. ഇതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്കേണ്ടി വരും. പകരം പുതിയ ചില സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സ്ഥലങ്ങൾ, പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. മനസ്സിന് സന്തോഷം തരുന്ന സാഹചര്യങ്ങളെ നമ്മളോട് ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഇതിന് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മ. നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ ഒന്നൊടുക്കിക്കളയാൻ, നമ്മുടെ രോഗം എന്നുള്ളതൊരു ആത്മീയ രോഗമാണ്, മാനസിക രോഗമാണ്, ഒരു ശാരീരിക രോഗമാണ്. ഒരുപക്ഷെ ആത്മീയ രോഗത്തിന് അല്ലെങ്കിൽ ശാരീരിക രോഗത്തിന് ഇതിനൊക്കെ നമുക്ക് ഫലപ്രദമായി ഒന്നില്ലെങ്കിൽ ഒരു വൈദികൻ്റെ അടുത്തു നിന്നോ ഡോക്ടറുടെ അടുത്തു നിന്നോ ഒക്കെ നമുക്ക് പരിഹാരം നമുക്ക് ലഭിക്കും. പക്ഷെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുക എന്നുള്ളത് പ്രോഗ്രാമിൻ്റെ കൂട്ടായ്മയിൽ കൂടെ മാത്രമാണ്. കൂട്ടായ്മയിൽ കൂടെ മാത്രമേ അതിന് സാധിക്കൂ. കാരണം അവിടെയാണ് നമ്മളെല്ലാം തുറന്നു പറയുന്നതും മറ്റുള്ളവരുടെ തുറന്നു പറയലുകൾ നമ്മളുടെ സുഖപ്പെടുത്തലിന് ഉപകാരപ്രദമാകുന്നതും. അപ്പോൾ അവിടുന്ന് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും നല്ല സാഹചര്യങ്ങളെ നമ്മളെ സൃഷ്ടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രോഗ്രാമിലാണ്. ഒരൊറ്റപ്പെടൽ നമ്മളിൽ നിന്ന് ഒഴിവായി കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പതിയെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ അങ്ങനെ പോകുന്നു, ചില സ്ഥലത്ത് ഫസ്റ്റ് ഗിയറിൽ പോകുന്നു വളരെ സ്ലോവിൽ. കുറച്ചുകൂടിയൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്കിന് നമുക്ക് ആ ഒരു സ്റ്റെയറിങ്ങോ കാര്യങ്ങളൊക്കെ ഒന്ന് വഴങ്ങിക്കിട്ടി ആ ബ്രേക്ക് ഔട്ടേണ്ട ടച്ച് ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് ഔട്ടേണ്ടതൊക്കെ ഒന്നും കൂടി ഒന്ന് പയറ്റി തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ പതിയെ അത് ഗിയർ കൂടുതൽ വേഗത്തിൽ പോകുന്ന ഗിയറിലേക്ക് നമ്മൾ മാറും. ഇത് പ്രോഗ്രാമിലും നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണകൾ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പടികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. 4ാം പടി നമ്മൾ പ്രാവർത്തികമാക്കുന്നതോട് കൂടിയിട്ട് എന്താണ് ഞാൻ എന്നുള്ളതും എന്താണ് ഞാൻ ചെയ്തത് എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ 4ാം പടിയാണ് പ്രോഗ്രാമിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇതിലാണ് ഞാൻ മുറിവേൽപ്പിച്ചത്, അത് എന്തുകൊണ്ടത് എന്നുള്ളത് മനസ്സിലാകുന്നത്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ ഇടത്തോട്ട് ഓടിച്ചാൽ ഈ വാഹനം ഇടത്തോട്ട് ഓടിയോ, വലത്തോട്ട് ഓടിയോ, കയറ്റത്തിലോട്ട് കയറുന്ന സമയത്ത് ഏത് ഗിയറിടണം, ഇനി സ്പീഡിൽ പോകണമെങ്കിൽ ഏത് ഗിയറിടണം, ബ്രേക്ക് എവിടെയൊക്കെ ചവിട്ടണം, ഇൻഡിക്കേറ്റർ എവിടെയൊക്കെ ഇടണം, ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാകുന്നത്
നമ്മളിത് കൂടുതലൊന്ന് പയറ്റി മുന്നോട്ട് ആയി വരുമ്പോഴാണ്. അല്ലാതെ ഒരൊറ്റ അടിക്ക് ഇതൊന്നും മനസ്സിലായിട്ടല്ല. നമുക്ക് ചിലപ്പോൾ ലൈസൻസ് കിട്ടിയത് പോലും പലർക്കും ഇതൊന്നും പയറ്റി തെളിയാതെ ഒരു 8 എങ്ങനെയൊക്കെയോ എടുത്താൽ എങ്ങനെയൊക്കെയോ എടുത്താൽ ആണ് നമുക്ക് ലൈസൻസ് കിട്ടിയിരുന്നത്. അങ്ങനെ ലൈസൻസ് കിട്ടിയിട്ടും ആ വാഹനം ഓടിക്കാതെ എത്രയോ ആളുകൾ ലൈസൻസ് ഗിഷയിൽ വെച്ച് ഇപ്പോഴും പോകുന്നുണ്ട്. കാരണം വാഹനം ഓടിക്കാനുള്ള ഭയം മൂലം. എൻ്റെ കുടുംബത്തിലെ എൻ്റെ പെങ്ങളുടെ 2 മക്കൾ ഇപ്പോഴും വാഹനം ഓടിക്കില്ല, ലൈസൻസ് ഉണ്ട്. അവർക്ക് പേടിയാണ്. ഇതുപോലെ തന്നെയാണ് ഞാനും 4-ാം പടിയിൽ എത്തിയപ്പോൾ ആ പേടി മൂലം അവിടെ നിർത്തിവെച്ചതാ. കുടിക്കാതിരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ എപ്പോഴോ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെ പോയാൽ എനിക്ക് ഈ ജീവിതത്തിലെ യാത്ര ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 4-ാം പടി പ്രാവർത്തികമാക്കാനുള്ളൊരു ശ്രമം തുടങ്ങുകയും പതിയെ ആ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി പടികൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോരുകയും ചെയ്യുന്നത്. ഇനി ഈ വാഹനമൊക്കെ ഓടിച്ച് നമ്മളൊന്നിങ്ങനെ അങ്ങ് സ്പീഡിൽ മുന്നോട്ട് പോകാനുള്ളൊരു ത്രാണിയൊക്കെ നമുക്കായി എന്ന് വെക്കുക. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ വാഹനം മുന്നോട്ട് പോകുന്നു, നമ്മൾ മാത്രമല്ല മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ പുറകിൽ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്, നമ്മുടെ എതിരെ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്, ഇല്ലേ? നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയല്ലേ? നമ്മളോടൊപ്പം എത്രയോ ആളുകൾ ജീവിച്ചു വരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആളുകളുണ്ട്, നമ്മുടെ ജോലി സ്ഥലത്ത് എത്രയോ ആളുകളുണ്ട്. ഇത്രയേറെ വാഹനങ്ങളുള്ള ഒരു നിരത്ത് കൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റുമോ? ശരിയായിട്ടുള്ള ഒരു ഡ്രൈവർ അങ്ങനെയല്ല ഓടിക്കുക. കാരണം നമ്മുടെ വാഹനം മാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല. കടത്തി വിടേണ്ടവരെ ചിലപ്പോൾ കടത്തി വിടണം, നമ്മുടെ വാഹനത്തിന് പുറകിലുള്ളവരെ. ഈ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു, ആരെങ്കിലും ഒരാൾ ബാക്കിൽ നിന്ന് ഓണടിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ ബാക്കിൽ നിന്നൊന്ന് ഓണടിച്ചാൽ ഞാൻ അസ്വസ്ഥനാവുകയായിരുന്നു. ഞാൻ കയറിപ്പോണ്ട. കാരണം ഈ ബാക്കിലുള്ള ഓണടി എനിക്ക് അത്രയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. ഏല് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ജീവിത രീതി പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു വാഹനം ഓടിക്കുമ്പോൾ ബാക്കിലുള്ള ഒരാൾ ഓൺ അടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ യാത്രയ്ക്ക് സ്പീഡ് കുറവാണ്, അവനക്ക് കയറി പോകണം എന്നുള്ളതാണ്. ഞാൻ അങ്ങ് സൈഡ് കൊടുക്കണം, അവനെ കയറി പോകാൻ അനുവദിക്കണം. അതാണ് ഡ്രൈവിംഗ് നിയമം, അതാണ് മാന്യത. എൻ്റെ ജീവിതത്തിലും ഞാൻ അങ്ങനെ ചെയ്യണം. ജീവിത രീതി ഞാൻ പ്രാവർത്തികമാക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെ ഓവർടേക്ക് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം, അവർ ഓവർടേക്ക് ചെയ്തു പോകട്ടെ, കാരണം എൻ്റെ സ്പീഡ് കുറവാണ്. നമ്മളൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ നമ്മുടെ പല ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയിരുന്നത് നമ്മളോടൊപ്പമുള്ള മറ്റുള്ളവരാണ്. വീട്ടിലുള്ളവർ, ഭാര്യയായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, അവരൊക്കെയാണ് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്നത്. കുടിയിൽ നിന്നൊക്കെ വിട്ടു നിന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനമൊന്നും ചിലപ്പോൾ അവർ തിരിച്ചു തരില്ല. അവർ തന്നെയായിരിക്കും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യിപ്പിക്കാനുള്ള അവരുടെ ഭയം അതിനൊരു കാരണമായേക്കാം. കാരണം നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് കൊളാക്കി കൊടുത്തതാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യിക്കാനുള്ള ഒരു ഭയം അവർക്കുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അവർ ആ ഉത്തരവാദിത്തങ്ങളൊന്നും നമുക്ക് വകവെച്ച് തരണമെന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കുടിയൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളൂ, നിങ്ങൾ എന്തിനാ അത് ഏറ്റെടുക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എൻ്റെ താഴെയുള്ള സഹോദരങ്ങൾ ചെയ്യുമ്പോഴോ എൻ്റെ ഭാര്യയൊക്കെ ചെയ്യുമ്പോഴോ എനിക്ക് വല്ലാത്ത അമർഷമായിരുന്നു. അവരൊന്നും വിട്ടുതരുന്നില്ല. ഒരു വീട് വെക്കുന്ന സമയത്ത് അവരുടെ ചില ആവശ്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവർ പറഞ്ഞ് എന്നോട് ആലോചിക്കാതെ അവരൊരു വീടുണ്ടാക്കുന്നു നോക്കുക. എനിക്ക് വല്ലാത്തൊരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നും. അത് വല്ലാത്തൊരു എന്നെ താഴ്ത്തി കെട്ടുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് വരും.
പക്ഷേ ഞാൻ മനസ്സിലാക്കണം, ജീവിത രീതി പ്രാവർത്തികമാക്കുന്ന ഞാൻ മനസ്സിലാക്കണം, അവർ കടന്നു പോകട്ടെ. എന്നേക്കാൾ നല്ല രീതിയിൽ അവർക്ക് ഈ യാത്രയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതിൽ ഞാൻ അസ്വസ്ഥനായിട്ട് കാര്യമില്ല. അപ്പം അതിന് അവരെ ഞാൻ അനുവദിക്കുക. അത് ജീവിത രീതിയിൽപ്പെട്ടതാണ്. ഇനി വാഹനം മുന്നോട്ട് ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ എതിരെ വാഹനങ്ങൾ വരില്ലേ? ഞാൻ എൻ്റെ സ്കൂട്ടറൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പം കാണാം ചില പാണ്ടി ലോറികളൊക്കെ ഒരു കയറ്റമൊക്കെ കയറി എൻ്റെ വാഹനത്തിൻ്റെ നേരെ പിടിച്ചു വരുന്നു. ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ നേരെ അവൻ്റെ മുമ്പിലോട്ട് അങ്ങ് പിടിച്ചു കൊടുക്കും. അവനെ ഓവർടേക്ക് ചെയ്തിട്ട് കയറി വരികയെ, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലോ. എന്നിട്ട് ഞാൻ അവിടെ നിർത്തി കൊടുക്കും. ആ ലോറിക്കാരൻ പാവം വലിയ ലോഡൊക്കെ ആയിട്ടായിരിക്കും വന്നത്. അവൻ്റെ വലി മുട്ടി അവൻ അവിടെ വണ്ടി ഓഫായി. പിന്നെ അവനാകെ ചിലപ്പം എന്നോട് ദേഷ്യപ്പെടും. ഞാൻ അവനോട് പറയും, നീ എന്ത് പിന്നെ ഡ്രൈവിംഗ് ആണ്, നീ റോങ് സൈഡിൽ കൂടെ വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് എൻ്റെ വണ്ടിൻ്റെ മുമ്പിൽ നിർത്തിയതോ. പക്ഷേ ഏല് വന്നപ്പോൾ ഞാൻ പഠിച്ചു, ചില വിട്ടുവീഴ്ചകൾ ഞാൻ ചെയ്യണം. മറ്റുള്ളവരോട് ചില വിട്ടുവീഴ്ചകൾ ഞാൻ ചെയ്യണം. അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു വാഹനം കയറി വരുമ്പോൾ എനിക്ക് ഒതുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഒതുക്കി കൊടുക്കണം. എനിക്ക് ഒതുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ സ്ഥലമുണ്ടോ? ഞാനൊരു സ്കൂട്ടറിലാണ് പോകുന്നതെങ്കിൽ വളരെ സൈഡിലൊന്ന് ഒതുക്കി കൊടുത്താൽ അയാൾക്ക് ആ കയറ്റം കയറി സുഖമായിട്ട് കയറി പോകുന്നൂടെ? ഇല്ല എങ്കിലോ ആ വാഹനക്കാരനെ വളരെ വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട് അവനക്കും ബുദ്ധിമുട്ടായി, എനിക്കും ബുദ്ധിമുട്ടാകും. കാരണം അവൻ എന്നെ തെറി പറയുന്നതിനനുസരിച്ച് ഞാൻ അവനെ തെറി പറയും. ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ടാകുന്നുണ്ട് ചില സമയത്ത്. എൻ്റെ പിന്നെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ഭാര്യ ആയിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, ഉമ്മയായിക്കൊള്ളട്ടെ, ഇതുപോലൊരു പാണ്ടി ലോറിയുടെ ചില സമയത്ത് എൻ്റെ നേരെ വരുത്തുണ്ട്. ചിലപ്പം വളരെ പിന്നെ കാര്യങ്ങൾ ഒച്ചത്തിൽ അവർ എന്നോട് ഷൗട്ട് ചെയ്ത് ഒച്ചത്തിൽ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ലോറിക്കാരനോട് ചെയ്തതുപോലെ മുമ്പിലാണ്ട് കയറി നിന്നിട്ട് 4 വർത്തമാനം ഞാൻ പറഞ്ഞാൽ ഞാൻ അസ്വസ്ഥനാകും. പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളാവും. ആ ലോറിക്കാരൻ്റെ മുമ്പിൽ ഞാനൊന്ന് വഴി മാറി കൊടുക്കുകയാണെങ്കിൽ, ഒന്ന് എൻ്റെ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ഓഫീസിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഒഴിഞ്ഞു മാറിക്കൊടുത്താൽ, ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ട് ഞാൻ നിന്ന് കൊടുത്താൽ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. എനിക്കൊരു അസ്വസ്ഥതയുണ്ടായില്ല, ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ അന്നത്തെ ഒരു ദിവസത്തിൻ്റെ ശാന്തത നഷ്ടപ്പെടുകയില്ല. മറ്റൊന്നുകൂടി അതിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഒഴിഞ്ഞു മാറി കൊടുക്കുമ്പോഴാണ് ആ ലോറിക്കാരൻ എന്നെ നോക്കി ഒരു പുഞ്ചിരി. എനിക്ക് അന്ന് ഉണ്ടായ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, എനിക്ക് അന്ന് ലഭിച്ചൊരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ. കാരണം ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചില്ല. ഞാനൊരു വിട്ടുവീഴ്ച ചെയ്ത് ഞാനൊന്ന് മാറിക്കൊടുത്തു. അദ്ദേഹം എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കൈകൊണ്ട് ഒന്ന് സലാം പറഞ്ഞ് ഒരു ഓണും അടിച്ചിട്ട് അയാൾ പോയി. അന്ന് വൈകുന്നേരം വരെ എനിക്ക് അതായിരുന്നു ചിന്ത. അപ്പോൾ ചെറിയൊരു വിട്ടുവീഴ്ച കൊണ്ട് എനിക്ക് അത്തരം ഒരു സ്പിരിച്വൽ ലൈഫിലോട്ട്, അത്തരം ദൈനംദിന ഉള്ള ജീവിതകാലം മുഴുവനല്ല പറഞ്ഞ ജീവിത രീതി, ഓരോ ദിവസത്തേക്കുള്ളൊരു ജീവിത രീതിയാണ്. ആ ഓരോ ദിവസത്തേക്കുള്ള ജീവിത രീതിയിൽ ഞാൻ ഇത്തരം ഒരു വിട്ടുവീഴ്ചകൾ, ഒരു സഹിഷ്ണുത, ഒരു കരുണ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ജീവിത രീതി എന്നുള്ളത്. ഇനി ഈ വാഹനമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെയാണെന്ന് വെച്ചോ. ഈ വാഹനം ഓടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ ആ വാഹനത്തിൽ? ഒരു സ്കൂട്ടർ ആയിക്കൊള്ളട്ടെ,
അല്ലെങ്കിൽ കാറായിക്കൊള്ളട്ടെ, ഇതിലൊക്കെ നമ്മളോടൊപ്പം നമ്മുടെ കുടുംബം ഉണ്ടെന്ന് കരുതുക. എന്താണ് അവരോടുള്ള ഒരു രീതി നമുക്കുണ്ടാവുക? ഒന്നാമത്, കാർ ഓടിക്കുന്ന സമയത്ത് മറ്റ് വാഹനങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ അവനോട് നമ്മൾ കയർക്കുകയും അവനോട് നമ്മൾ മല്ലിടുകയും ഒച്ച ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളോടൊപ്പമുള്ള നമ്മുടെ കുടുംബം അല്ലെങ്കിൽ യാത്രക്കാർ അവരാകെ അസ്വസ്ഥരാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ടൂറ് പോകുമ്പോൾ, ഞാൻ എൻ്റെ വാഹനം ഓടിച്ച് ടൂറ് പോകുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഓവർടേക്ക് ചെയ്ത് ഇതേപോലെ കടന്നു വരും. അവനോടുള്ള എൻ്റെ വാഗ്വാദങ്ങൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്ന് സൈഡ് തരാതെ പോകുമ്പോൾ അവനോടുള്ള എൻ്റെ ദേഷ്യങ്ങൾ, ഞാൻ ഈ ക്ലാസ്സുകൾ മുഴുവൻ ഉയർത്തി വെച്ചിട്ട് അവനെ തെറി പറയുന്നത് എൻ്റെ കുടുംബമാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ്. അല്ലാണ്ട് ആ വണ്ടിയിലിരിക്കുന്ന ഒരുത്തനും കേൾക്കുന്നില്ല. എന്നിട്ടോ ചില സ്ഥലത്ത് ഞാൻ ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യും, ചില സ്ഥലത്ത് ആക്സിലേറ്റർ ഞാൻ കൂടുതൽ കൊടുക്കും. ഇതൊക്കെ അനുഭവിക്കുന്നത് എൻ്റെ കൂടെ ഉള്ള യാത്ര ചെയ്യുന്നവരാണ്. ഇവിടെ ഞാനൊരു ശാന്തത ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് തെറ്റുകൾ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഇല്ലേ, ഒരുത്തൻ കയറി വന്ന് റോങ് സൈഡ് കയറി വന്ന് വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വെട്ടിച്ച് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവനൊരു പെർഫെക്റ്റ് ഡ്രൈവറല്ല, ഞാനും ഒരു പെർഫെക്റ്റ് ഡ്രൈവറല്ല. അവർക്ക് ചില തെറ്റുകൾ പറ്റുമ്പോൾ ഞാനതങ്ങ് ക്ഷമിച്ചു കൊടുക്കണം. ചിലപ്പോൾ ചില ആളുകൾ വണ്ടി ഓഫായി പോകും, എൻ്റെ മുമ്പ് പോകുന്ന വണ്ടി ഓഫായി പോകും. ഞാൻ ബാക്കിൽ നിന്ന് തുരുതുരേ ഓൺ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഓൺ അടിച്ചത് കൊണ്ട് അവൻ്റെ വണ്ടി സ്റ്റാർട്ടാവുമോ? ഒന്നും കൂടി ബുദ്ധിമുട്ടാവുകയുള്ളൂ. അവൻ്റെ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തകരാറുകൾ പറ്റും. എനിക്കങ്ങനെ പറ്റാറുണ്ട്. ബാക്കിൽ വരുന്ന ഏതെങ്കിലും ഒരു വണ്ടിക്കാരന് എൻ്റെ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ചുരത്തുനിന്നൊക്കെ ഓഫായി പോയാൽ ഓൺ അടിച്ചാൽ പിന്നെ ഞാൻ ഒരു വെപ്രാളാണ്. ആ വെപ്രാളത്തിൽ ചിലപ്പോൾ എൻ്റെ വാഹനം ഓണായി കിട്ടൂല. ഒരു സ്ഥലത്ത് വാഹനം അങ്ങ് ഓഫായി പോയപ്പോൾ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് വലിയൊരു ലോറി ആയിട്ട് വന്നൊരു ആ ലോറി ഡ്രൈവർ എന്നോട് പറഞ്ഞ്, മോനെ പേടിക്കണ്ട, മെല്ലെ സ്റ്റാർട്ട് ചെയ്താൽ മതി, പരിഭ്രമിക്കണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് എന്നിൽ വല്ലാത്തൊരു എൻ്റെ അപായത്തെ അങ്ങ് പോക്കി. ഒരു ധൈര്യം വന്നു. തുടക്കത്തിൽ ഞാൻ ഡ്രൈവിങ് പഠിച്ച ആ തുടക്കത്തിൽ വളരെ പെട്ടെന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വാഹനം അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇതുപോലെ മറ്റുള്ളവർക്കും പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയാൽ, എൻ്റെ മുമ്പിൽ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ ഞാൻ അതിനെ കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ, അവർക്കൊരു ധൈര്യം കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചാൽ, ഒരു ശാന്തത എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഡ്രൈവിംഗ് സമയത്ത് എന്നിലുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അവർക്ക് ആ യാത്ര ആസ്വദിക്കാനും സാധിക്കും. ഇത് തന്നെയാണ് പ്രോഗ്രാമിലും പറയുന്നത്. എന്നോടൊപ്പമുള്ള എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ കാണിക്കുന്ന ചില കാര്യങ്ങൾ, അഥവാ ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങളെ ഞാൻ അതേപടി കൊണ്ടുവന്ന് ഞാൻ വീട്ടിലിടും. എന്നിട്ട് വീട്ടിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ അതിനുമായിട്ട്, ആ ജോലി സ്ഥലത്തുണ്ടായ പ്രശ്നമാണ്, അതെൻ്റെ തലയിൽ കിടക്കുക, അതാണ് ഞാൻ കൊണ്ടുവന്ന് വീട്ടിലിടുന്നത്. ഇനി വീട്ടിലുള്ള ചില പ്രശ്നങ്ങൾ ഞാൻ ജോലി സ്ഥലത്ത് കൊണ്ടുപോകും. അപ്പോൾ എന്നിട്ട് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ ഒരു ദിവസം അങ്ങ് നശിച്ചു പോയി എന്നുള്ളത്. ആരാ നശിപ്പിച്ചേ? ഞാനൊരു വിട്ടുവീഴ്ച അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അത്തരം ചില കാര്യങ്ങളിൽ ഞാൻ തലയിടാതെ, അതിലേക്ക് ശ്രദ്ധിക്കാതെ ഞാനൊരു വിട്ടുവീഴ്ച ഞാൻ അങ്ങ് ചെയ്തു കൊടുത്താൽ അന്നത്തെ ഒരു ദിവസം ഫ്രീ ആകാം. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ തന്നെ എല്ലാത്തിനെയും ശ്രദ്ധിച്ച് നമുക്ക് പോയാൽ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. പക്ഷെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വാഹനം ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്, എതിരെ വരുന്ന വാഹനത്തിനെ തന്നെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു പക്ഷേ ഞാൻ അതിൻ്റെ നേരെ വാഹനം കൊണ്ടുപോയി പോകും. അല്ലെങ്കിൽ പെട്ടെന്നൊരു വാഹനം എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ തന്നെ ശ്രദ്ധിച്ചു പോയാൽ ഒരു പക്ഷേ എൻ്റെ വാഹനത്തിൻ്റെ ബാലൻസ് എനിക്ക് ലഭിക്കാതെ ചിലപ്പോൾ സൈഡിലോട്ട് പാളിയൊക്കെ പോയേക്കാം.
അപ്പം ഞാൻ ചെയ്യേണ്ടത് അത്തരം ചില കാര്യങ്ങളെ ഞാൻ അവഗണിച്ചേക്കണം. അവർ ആ സൈഡിൽ കൂടെ പോകും, അവരുടെ സൈഡ് അതാണ്, അതിലേ പോകും. ഇത് ഞാൻ വിശ്വസിക്കണം. അത് എന്നെ ബുദ്ധിമുട്ടിലാക്കില്ല, എൻ്റെ വാഹനത്തിനോട് ബുദ്ധിമുട്ടാക്കില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ നേരെയാണോ ആ വരുന്ന വാഹനങ്ങൾ മുഴുവൻ എന്നെ ഇടിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിന് കുറുകെ ചാടുവോ, ഇങ്ങനെയാണ് വിചാരിച്ച് ഞാൻ വാഹനം ഓടിക്കുന്നതെങ്കിലോ എനിക്ക് ശരിയായ രീതിയിൽ വാഹനം ഓടിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്നുള്ളത് പോലെ തന്നെ എൻ്റെ പ്രോഗ്രാമിലെ ജീവിതയാത്രയിൽ ചില കാര്യങ്ങളെ അവഗണിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. വിട്ടുകളയുക എന്നുള്ളത്, അതിനെ അങ്ങ് വിട്ടുകളയുക. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഇനി ഞാൻ ഈ വാഹനം ഓടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, എൻ്റെ കുടുംബത്തിലുള്ളവർ ഈ വാഹനം ഓടിക്കാൻ പഠിച്ചെങ്കിൽ എത്ര നന്നായിരിക്കും. കാരണം എനിക്ക് ക്ഷീണമാകുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ ഭാര്യയിൽപ്പെട്ടവർ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇത് പഠിച്ചിരുന്നെങ്കിൽ, ഞാൻ അവരെ പഠിക്കാൻ അനുവദിച്ചാൽ എൻ്റെ യാത്രകൾ കൂടുതൽ സുഖകരമാകും. അവരും കൂടി ഒരു പുരോഗതിയിലേക്ക് എത്തണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ജീവിത രീതി അതെന്നെ പഠിപ്പിച്ചതാ. ഷെരീഫെ, നീ നിൻ്റെ കുടുംബത്തിലുള്ളവരെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കണം. അതിന് നീ അവർക്കൊരു സ്വാതന്ത്ര്യം നീ കൊടുക്കണം. എല്ലാം നിൻ്റെ കയ്യിലൂടെ എന്നല്ല, എല്ലാം എൻ്റെ കയ്യിലൂടെ മാത്രമേ നടക്കാവൂ എന്നുള്ളൊരു ഷാഠ്യം ഉണ്ടാകാൻ പാടില്ല. നമ്മളോടൊപ്പമുള്ളവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. പ്രോഗ്രാമിലും അത് തന്നെയാണ്. പ്രോഗ്രാമിൽ പറയുന്നു, അല്ലനോൺ പ്രോഗ്രാമിലേക്ക് അവരെ വിടാൻ ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നീ അവർക്ക് കൊടുക്കണം. ഞാൻ ആദ്യം കരുതിയിരുന്നത് എയിലെ കുടിയന്മാരുടെ കുറ്റം പറയുന്ന ഒരു കൂട്ടായ്മയാണ് അല്ലനോൺ പ്രോഗ്രാം എന്ന്. പക്ഷെ അതല്ല, അവർക്ക് ഒരു കരുത്തുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലനോൺ പ്രോഗ്രാം. ആ അല്ലനോൺ പ്രോഗ്രാമിലേക്ക് എൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ പറഞ്ഞയക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ അവർക്ക് കൊടുക്കണം, അവർക്ക് പോകാനുള്ള. അതിൽ നിന്നാണ് അവർക്കൊരു പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത്തരം ഒരു പുരോഗതിക്ക് ഞാൻ അവരെ സഹായിച്ചു കൊണ്ടിരിക്കണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളങ്ങ് പുരോഗതിയിലേക്ക് എത്തി എന്ന് പറയുകയാണോ? അല്ല, ഞാനൊരു പിന്തുണ അവർക്ക് ഞാൻ കൊടുക്കണം. അവരൊരു വാഹനം ഓടിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പിന്തുണ ഏതൊരു ആളും കൊടുക്കുന്നത് പോലെ, അവരെ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പോലെ, ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഈ ജീവിതയാത്രയിൽ ഒരു പിന്തുണ ഞാൻ കൊടുക്കണം. ചില കാര്യങ്ങൾ എല്ലാം ഞാൻ ചെയ്ത്, എൻ്റെയൊക്കെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്നോട് ചെയ്തിരുന്നു. എന്നെക്കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കില്ലായിരുന്നു. നീ ചെയ്താൽ അത് ശരിയാവില്ല, നീ പറഞ്ഞാൽ ശരിയാവില്ല, നീ പോയാൽ ശരിയാവില്ല. അതൊക്കെ എൻ്റെ മൂത്ത ആളുകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ചെയ്താൽ എന്തോ കുഴപ്പമുള്ളതുപോലെ. അതുകൊണ്ട് തന്നെ ഞാൻ വന്നു കഴിഞ്ഞ ഒക്കെ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടും ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഇടുന്നത്, അപ്പം ഞാനാണ് തീരുമാനമെടുക്കേണ്ടത്, ഞാനാണ് നിങ്ങൾ ഇന്ന ഡ്രസ്സേ ധരിക്കാവൂ, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യാവൂ, ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകാവൂ, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതിനൊക്കെ ഞാൻ ഒരു നിബന്ധനകളും ഒരു അതിർവരമ്പുകളും സൃഷ്ടിച്ചു വെച്ചു. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സുകൾ ധരിക്കണം, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷേ എൻ്റെ പ്രോഗ്രാം പരിശീലിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി, അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുക. അവരേത് വസ്ത്രം ധരിക്കണമെന്നോ ഏത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നോ ഒക്കെയുള്ളത് അവരുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങൾ അനുസരിച്ച് അവർ നമ്മെ ഒരു പുരോഗതിയിലേക്ക് എത്താൻ അവരുടെ ഒരു പിന്തുണ കൂടി നമുക്കുണ്ടാകും. ഇത് എയുടെ ഒരു ജീവിത രീതിയിൽപ്പെട്ടതാണ്.
അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുകയും അവരെ അതിനെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി അവർക്ക് ഒരു ഉയർച്ചയിലേക്കും ഒരു പുരോഗതിയിലേക്കും എത്തിപ്പെടാൻ പറ്റാതെ അവർക്കൊരു കരുത്തും ലഭിക്കാതെ, നമുക്കറിയില്ലേ, ഒരു ചെടി നമ്മളിങ്ങനെ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്താൽ അത് വലുതാകും. പക്ഷേ വളരെ വെള്ളവും വളവും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് എന്നും അതിന് പരിപോഷിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടന്നാൽ ചെറിയൊരു വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാടിപ്പോകും. ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോകുന്ന അവസ്ഥയൊക്കെ വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അവരെ അതിനെ അനുവദിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സമയത്ത് നമുക്കതിന് സാധിക്കാതെ വന്നാൽ അവരാകെ തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതിന് പകരം അവരെ അത്തരം ഒരു പുരോഗതിയിലേക്ക് എത്തിക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതി നമ്മളോട് ആവശ്യപ്പെടുന്നു. നീ പുരോഗതിയിലേക്ക് എത്തുകയും നിന്നോടൊപ്പമുള്ളവരെ പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജീവിതയാത്രയെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഈ ജീവിതഘട്ടങ്ങളിലൂടെയുള്ള ഒരു യാത്ര ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മളോടൊപ്പമുള്ളവരോട് മാത്രമല്ല, സമൂഹത്തിലുള്ളവരോട് കൂടി നമ്മളൊരു ഉത്തരവാദിത്വ ബോധവും നമ്മൾ ചെയ്തു കൂട്ടിയ ചില പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും ചെയ്യണമെന്ന് എയുടെ ഈ ഘട്ടങ്ങളിൽ പറയുന്നുണ്ട്. ഇതും ഒരു യാത്രയിലെ ഒരു അനുഭവങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവർ മാത്രമല്ല നമ്മളോടൊപ്പമുള്ളത്. ആ നിരത്തുകളിൽ ഇഷ്ടം പോലെ വാഹനങ്ങളും യാത്രക്കാരും ഉണ്ടാവും, കാൽനട യാത്രക്കാരൊക്കെ ഉണ്ടാവും. അപ്പം എൻ്റെ വാഹനത്തിന് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഞാൻ പോകും, അതിനാണ് ലൈസൻസ് തന്നത് എന്നല്ല, അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇനി ഈ വാഹനം ഓടിക്കാൻ പഠിച്ചാൽ മാത്രം മതിയോ? അത് ഓടിക്കാൻ പഠിച്ചാൽ മാത്രം പോരല്ലോ, അതിൻ്റെ ചെറിയ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണ്ടേ. പെട്രോൾ അടിക്കണം, പെട്രോൾ അടിക്കാൻ സമയമില്ലാതെ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിലോ നമ്മൾ വഴിയിൽ കിടക്കും. ഇതുപോലെ മീറ്റിങ്ങിന് പോകാൻ സമയമില്ലാതെ നമ്മുടെ ജീവിതയാത്ര തുടരുകയാണെങ്കിലോ, ബിസിനസ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ കുടുംബം ഇത് മാത്രമായിട്ട് വളരെ തിരക്ക് പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലോ നമ്മൾ വഴി കിടക്കും, സ്ലിപ്പാവും, റിലാപ്സ് ആകും. അപ്പം ഒരു വണ്ടിയിൽ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ സമയം കണ്ടെത്തേണ്ടതുപോലെ തന്നെ നമ്മളുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ മീറ്റിങ്ങുകൾക്ക് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മീറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ദൈനംദിന ശാന്തതയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആരെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് നിങ്ങളെന്താ മനുഷ്യ അങ്ങനെയെന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കിന് നമ്മൾ അതിൻ്റെ 4 ഇരട്ടി നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വിചാരിക്കുക വേണ്ടായിരുന്നു എന്നുള്ളത്. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു 2-3 മീറ്റിങ്ങൊക്കെ നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മളൊരു ശാന്തതയില്ല. ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇനി പെട്രോൾ അടിച്ചാൽ മാത്രം മതിയോ നമ്മളെ വണ്ടിക്ക്? നമ്മൾ ചിലപ്പം സർവീസ് ചെയ്യാൻ കൊടുക്കൂലേ? ചില സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ വാഹനം സർവീസ് ചെയ്യാൻ കൊടുക്കും. നമ്മൾ കാണാത്ത ചില പ്രശ്നങ്ങൾ വണ്ടികൾക്ക് ഉണ്ടാകും, നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത രീതിയിലും. നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടതാണെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാണാത്ത ചില അസുഖങ്ങളുണ്ട്. വരുന്ന എല്ലാവർക്കും ഒരു തോന്നലാണ് ഇനി രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം മരണത്തിൽ നിന്നല്ല രക്ഷപ്പെട്ടെ, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും, എന്ത് രോഗം ഉണ്ടെങ്കിലും ദൈവം നോക്കും. ഇത് ചിലപ്പോൾ അബദ്ധത്തിലാണ് എത്തിക്കുക. ഒരു കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഒരാൾക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഫലത്തിൽ അത് ഒരു ഹാർട്ട് അറ്റാക്കിലോ അല്ലെങ്കിൽ ഒരു ഇതിലൊക്കെ ബുദ്ധിമുട്ടായ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിക്കും. നമ്മളൊരു
ടെസ്റ്റുകൾ നടത്തേണ്ടത് നടത്തുകയും ഡോക്ടറെ കാണിക്കേണ്ടത് നമ്മൾ കാണിക്കുകയും മരുന്ന് കുടിക്കേണ്ടതാണെങ്കിൽ കുടിക്കുകയും വേണം. ഇതുപോലെ തന്നെയാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണേണ്ടതാണെങ്കിൽ കാണണം. ഒരു കൗൺസിലിങ്ങിന് വിധേയമാകേണ്ടതായിട്ടാണെങ്കിൽ വിധേയമാകണം. ഇതിനൊന്നും നേരമില്ലാതെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ദൈവം നോക്കുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നോക്കും എന്നുള്ളതോ അല്ല നമ്മെ പഠിപ്പിച്ചത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണം. അത് മറ്റുള്ളവർ ചെയ്തു തരാൻ വേണ്ടി കാത്തു നിൽക്കരുത്. അങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി നമ്മൾ കാത്തു നിന്നാൽ അത് നടക്കാതെ പോകും. നമ്മൾ കുടിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞതാ, ഞാൻ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുക്കും, പക്ഷെ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു തരുന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയല്ല ആദ്യം വേണ്ടത്, അവനവന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ആ ഒരു പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട ജീവിതഘട്ടങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകും. നമ്മളൊരു ചെറിയ കുട്ടീനോട് ഇപ്പോൾ ചോദിക്കുകയാണ് എന്തായി ആകാനാണ് ആഗ്രഹം എന്ന്. ഒരു 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടീനോട് ചോദിച്ചാൽ അധിക കുട്ടികളും ചിലപ്പോൾ ആദ്യമൊക്കെ പറയുമായിരുന്നു ടീച്ചറാകണം. അപ്പോൾ 5-ാം ക്ലാസ് പഠിച്ചത് കൊണ്ട് നമ്മളൊരു ടീച്ചറാവുമോ? 6 പഠിച്ചതിനെ കൊണ്ടാകുമോ? 10 പഠിച്ചതിനെ കൊണ്ടാകുമോ? ആവില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു കോഴ്സൊക്കെ എടുത്ത് TTC ഒക്കെ എടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ B.Ed എടുത്താൽ അതിൻ്റെ വലിയൊരു അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ആയിട്ട് മാറാം. പക്ഷെ ആഗ്രഹം എന്താണ്? 5-ാം ക്ലാസ് പഠിക്കുമ്പോഴും ടീച്ചറാകണം എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ടീച്ചറാകാനുള്ള യോഗ്യത നമുക്കുണ്ടാകും. ഇതുപോലെയാണ് പ്രോഗ്രാമിൽ നമ്മുടെ ആഗ്രഹമുണ്ട് എല്ലാ പടികളും വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള സമയങ്ങളിൽ കൂടി അതിൻ്റേതായിട്ടുള്ള ജീവിതഘട്ടങ്ങൾ സഞ്ചരിച്ച് നമ്മൾ ഓരോ ജീവിതഘട്ടങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് ഒരു കരുത്താർജിച്ച് പുരോഗതിയിലേക്ക് നമ്മൾ എത്തി ആയെങ്കിൽ മാത്രമേ ഈ ജീവിതത്തെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളത് എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് വാടിക്കരിയുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. വളരെ സന്തോഷവാനായിരിക്കും നമ്മൾ. പക്ഷേ കാർമേഘം വരുമ്പോൾ ഇരുൾ പരക്കുന്നത് പോലെ പെട്ടെന്നൊരു സമയത്ത് നമ്മളൊരു മ്ലാനത, ഒരു ഉത്സാഹക്കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് എന്ത് കാര്യമെന്ന് നമുക്ക് ഇത് പടികൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടും നമ്മുടെ പ്രോഗ്രാം എന്ന ആ ഒരു കൂട്ടായ്മയിലെ കൊണ്ടും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഒരൊറ്റപ്പെടൽ നമുക്കുണ്ടാകുന്നു. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ എൻ്റെ ബുക്കുകളിലൊക്കെ പറയുന്നുണ്ട്, ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഏത് സമയത്തും നമ്മൾ അതിൻ്റെ റിവ്യൂ മീറ്ററിലേക്ക് ആ പുറകിലോട്ടുള്ള മീറ്റർ ഒരു കണ്ണാടിയില്ലേ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്നത്, നമ്മൾ ഇടയ്ക്കൊന്ന് ആ കണ്ണാടിയിൽ നോക്കൂലേ ബാക്കിൽ വാഹനങ്ങൾ വരുന്നുണ്ടോ, അവനക്ക് സൈഡ് കൊടുക്കേണ്ടതാണോ? അങ്ങനെ സൈഡ് കൊടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ സൈഡ് കൊടുക്കും. എന്ന് വെച്ച് ഫുൾ ടൈം നമ്മൾ ആ കണ്ണാടിയിലേക്കാണ് നോക്കിയിരിക്കുന്നതെങ്കിലോ നമുക്ക് മുമ്പിലുള്ള ചില കാര്യങ്ങൾ കാണാൻ പറ്റാതെ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ പറ്റാതെയാകും, വാഹനങ്ങളെയൊക്കെ. ഇതുപോലെയാണ് ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മളെപ്പോഴും പുറകിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ അന്നങ്ങനെ പറ്റിപ്പോയി, ജോലി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് താടിക്കും കൈ കൊടുത്ത് ജോലി പോയതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ മറ്റൊരു ജോലിക്കുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകും. അപ്പം ഏത് സമയം അതിൽ നോക്കി വാഹനം ഓടിച്ചാൽ അപകടം സംഭവിക്കുന്നത് പോലെ തന്നെ ഏത് സമയവും നമ്മൾ പുറകിലോട്ട് നോക്കിയിരുന്നാൽ നമ്മൾ അപകടം സംഭവിക്കും, പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈനംദിന ജീവിത രീതി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും.
ജീവിതകാലം മുഴുവനുമല്ല. ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ, അതിൽ ഈ ഒരു സമയം അതാണ് ഏറ്റവും പ്രധാനം. 24 മണിക്കൂറിൽ ഈ ഒരു സമയത്ത് നമ്മൾ സത്യസന്ധനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും. ആ കടമ നമ്മൾ നിറവേറ്റും. ഒരു ധാർമ്മിക ജീവിത രീതി നമുക്ക് പാലിക്കുവാൻ വേണ്ടി സാധിക്കും. നമുക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്താൻ നമുക്ക് ആ സമയത്ത് സാധിക്കും. അതിന് പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതേസമയം ജീവിതകാലം മുഴുവൻ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്ന് വിചാരിച്ച് ഇതിനെ നമ്മൾ മാറ്റിവെച്ചാൽ ജീവിതത്തിലെ ആസ്വാദ്യകരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്, നമ്മൾ തകർത്തെറിഞ്ഞ ഒരു കുടുംബം നമ്മളോടൊപ്പമുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരോടൊപ്പം കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാളത്തെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാതെ ഇന്നത്തെ ഈ ഒരു നിമിഷത്തിൽ എത്ര ആസ്വാദ്യകരമായിട്ട് ജീവിക്കാം, എത്ര സത്യസന്ധമായിട്ട് ജീവിക്കാം എന്നുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ ജീവിതഘട്ടങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. അതൊരു വാഹനം ഓടിക്കുന്നത് പോലെയുള്ളൊരു യാത്രയാണ്. അത് ആസ്വദിച്ച് ആ യാത്ര മുന്നോട്ട് പോകേണ്ടതാണ്. ഞാൻ വീണ്ടും ഇതൊരു വാഹനം ഓടിക്കുന്നത് പോലെയാണ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ ഓരോരുത്തരും വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു യാത്രയെയും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിനെയും കുറിച്ച് ഒന്ന് താരതമ്യം ചെയ്ത് മുന്നോട്ട് പോയി നോക്കുക. നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമാർഗം ആ ഒരു രീതിയാണ്. മറ്റു പല രീതിയുണ്ടെങ്കിലും ഈ ഒരു രീതി വളരെ എളുപ്പമാർഗമാണ്. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിനെക്കുറിച്ച്, കൂട്ടായ്മയെക്കുറിച്ച് പ്രോഗ്രാമിനെയല്ല, പലപ്പോഴും പലർക്കും ഒരു തോന്നലുള്ളതാണ്, അവിടെ പോയിട്ട് എന്താണ് ലഭിക്കുന്നത്, കേട്ടത് എന്നെ കേട്ട് പറഞ്ഞത് എന്നെ പറഞ്ഞ് എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത്. എനിക്ക് ATM കാർഡ് ഫസ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ മീറ്റിങ്ങിൽ പോയിട്ടാണ് പറഞ്ഞത്. കാരണം എനിക്കതൊരു ATM കാർഡ് എനിക്ക് ലഭിച്ചു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു എന്തോ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു ATM കാർഡ് ലഭിച്ചു. കാരണം അതുവരെ ബാങ്കിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഞാനൊരു TV വാങ്ങിച്ചപ്പോഴും ഞാൻ മീറ്റിങ്ങിൽ കൂട്ടായ്മയിൽ പോയിട്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റെവിടെയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കുക, നീ എന്താ വട്ട പറയുന്നത്, ഒരു TV വാങ്ങിച്ച ഇത്ര വലിയ കാര്യമാണോ? ഞാനൊരു കാർ എടുത്തപ്പോൾ ഞാൻ ആദ്യം അതും കൊണ്ട് മീറ്റിങ്ങിന് പോയിട്ട് അവിടെ ചായ വാങ്ങിക്കൊടുത്ത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റുള്ളൊരാളെടുത്ത് പറഞ്ഞാൽ അവർക്ക് അത്ര വലിയ ഇതാവില്ല, എന്നെ ചിലപ്പോൾ കളിയാക്കും. പക്ഷേ മീറ്റിങ്ങിൽ അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഇത്തരം ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം ഞാൻ വേറെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പ്രോഗ്രാം ഒരു ദൈനംദിന പ്രോഗ്രാമായിട്ട്, ഇന്നത്തെ ഒരു ദിവസത്തിനുള്ളൊരു പ്രോഗ്രാമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുകയും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിയുന്നിടത്തോളം പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നു. എങ്കിലും അതിൽ ചില പോരായ്മകളുണ്ടെങ്കിൽ എയുടെ 10ാമത്തെ പടിയിൽ പറയുന്നുണ്ട്, സ്വന്തമായി വിലയിരുത്തൽ തുടർന്നുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അഥവാ 25 വർഷമായിട്ട് ഞാൻ ഇന്നും ചില കാര്യങ്ങളിൽ ബലഹീനനാണ്. ചില പരാജയങ്ങൾ വരുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. ചില ആളുകളെ ചില വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ മുറിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ആ സ്പോട്ടിൽ ഞാനൊരു വിലയിരുത്തൽ നടത്തുന്നു, ഞാൻ ചെയ്തത് ശരിയാണോ, ശരിയല്ല എന്നുള്ള ഉത്തരം എനിക്ക് ലഭിക്കുമ്പോൾ അത് ഞാൻ ഒരു സോറി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരിഹാരം കൊണ്ടോ ഞാൻ അതിനെ പരിഹാരം ചെയ്യുന്നു. ഇനി ചിലപ്പോൾ ചില ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ
ഞാൻ ആ ഒരു സ്പോട്ട് ഇൻവെൻട്രി ആ സമയത്ത് എടുക്കുന്നു. ഞാൻ ഒന്ന് സാവകാശപ്പെടുന്നു. തിടുക്കം ഞാൻ കാണിക്കാതെ. ചില ആളുകൾ എന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ തട്ടിക്കയറാതെ, അതിന് ചില മറുപടികൾ അപ്പോൾ കൊടുക്കാതെ ഞാനൊന്ന് ആലോചിക്കുന്നു. ഒരു സാവകാശം കൊടുത്തുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നു. അത് വ്യക്തതയുള്ളതാകുന്നു, അവനെ വേദനിപ്പിക്കാത്തതാകുന്നു. അത് പ്രവർത്തികളിലും അങ്ങനെ ആകാൻ ശ്രമിക്കുന്നു. എന്നിട്ടും ചില പോരായ്മകളും പ്രശ്നങ്ങളും തെറ്റുകളും ഒക്കെ പറ്റുമ്പോൾ ഞാൻ മനസ്സിലാക്കും, ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നല്ലല്ലോ. ഞാൻ ഓരോ ദിവസം പുരോഗതിയിലേക്ക് എത്തുന്നതല്ലേ. ഇന്ന് പറ്റിപ്പോയത് പറ്റിപ്പോയി, അതിന് പരിഹാരം ചെയ്യുന്നുണ്ട്. എന്നിട്ടും എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാനൊരു കാര്യം വിചാരിക്കും, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തു പോയ ചില തെറ്റുകളുടെ തിരിച്ചടികൾ എനിക്ക് ലഭിക്കുന്നതായിരിക്കാം എന്ന് ഞാൻ ആശ്വാസം കൊള്ളുന്നു. എന്ന് ഞാൻ ആശ്വാസം കൊണ്ടിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ബാക്കി? ചിലപ്പോൾ ചില ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നും, എന്തേ ഇവരൊക്കെ ഇങ്ങനെ, എന്തേ ഇവരൊക്കെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അതിൽ ഞാൻ അസ്വസ്ഥനാവുകയും അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഇടിവുകൾ സംഭവിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഒന്ന് വിചാരിക്കും, ചില കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കേണ്ടതാണ്. ചില തിരിച്ചടികൾ, ചില സങ്കടങ്ങൾ, ചില പരാജയങ്ങൾ, ഇതൊക്കെ എനിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ലഭിക്കുന്നത് എൻ്റെ ജീവിതത്തിന് കരുത്ത് പകരുകയുള്ളൂ. കാരണം കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്ത തെറ്റുകളുടെ പ്രായശ്ചിത്തമാണത്. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് പ്രോഗ്രാം എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചില പരാജയപ്പെടലുകൾക്ക് ഞാൻ നിന്നു കൊടുക്കുന്നു, ചില പരിഹാസങ്ങൾക്ക് ഞാൻ നിന്നു കൊടുക്കുന്നു. കാരണം ഞാനൊരു AA മെമ്പറാണ്. ഈ AA മെമ്പറായി എല്ലാ കാലത്തും ജീവിക്കാൻ എന്നെ ദൈവം അനുവദിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. കുറച്ച് നേരം നീണ്ടുപോയി, സോറി. താങ്ക് യു ഷരീഫ് ഖാ, താങ്ക് യു. ഞങ്ങളോടൊപ്പം